അതുപോലെ തന്നെ ജോലിക്കുള്ള അവകാശം, അങ്ങനെ അങ്ങനെ പോകുന്നു. ഓരോ മനുഷ്യനും അവരവർക്ക് ഈ ഭൂമി എല്ലാത്തിനും റൈറ്റ് ഉണ്ട് എന്നുള്ള ആ നിലയിലാണ് ആധുനിക ഭരണ സംവിധാനങ്ങളും ജനാധിപത്യ ക്രമമൊക്കെ. അവിടെ എത്തുമ്പോൾ ഇന്ന് രോഗത്തിന് ലഭ്യമായ ചികിത്സക്ക് എല്ലാവർക്കും അവകാശം, എല്ലാവർക്കും അത് കിട്ടണം. അത് കിട്ടാതെ ഒരാൾ നരകിക്കുന്നു, വിഷമിക്കുന്നു എന്ന് വരാൻ പാടില്ല. അതാണ് സർക്കാർ ആശുപത്രികൾ, സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ അനവധി സ്വകാര്യ സംരംഭകർ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നോക്കുന്നു. സഹകരണ ആശുപത്രികൾ ചികിത്സാ ചെലവിൽ താരതമ്യേന കുറവാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് സഹകരണ പ്രസ്ഥാനത്തിന് ആതുര ശുശ്രൂഷ രംഗത്തുള്ള അതിൻ്റെ ഒരു പ്രാധാന്യം. ചെലവ് കുറഞ്ഞ ചികിത്സ ക്വാളിറ്റി മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗം ഈ സംരംഭം പൂർത്തിയാകട്ടെ എന്ന് ഞാനും ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. ഇതിനുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. നന്ദി. നിർവഹിക്കുന്നു ശ്രീ മുഹമ്മദ് ബഷീർ തെക്കേപ്പാട്ട് BP അങ്ങാടി. അദ്ദേഹം കൈപ്പറ്റുന്ന ഓഹരികളുടെ തുക ഇപ്പോൾ വേദിയിൽ വെച്ച് കൈമാറും. ശ്രീ മുഹമ്മദ് ബഷീർ തെക്കേപ്പാട്ട് BP അങ്ങാടി, ശ്രീ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, ശ്രീ മുഹമ്മദ് ജമാൽ ഹാജി വടക്കൻ അന്നാര, ശ്രീ എമീർ വീരൻ ഹാജി പരിയാപുരം, ശ്രീ ഷംസുദ്ദീൻ ഹൈസിംബില്ല പരിയാപുരം. ഇവരുടെ ഓഹരികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട PK കുമാരകുടി സാഹിബ് കൈപ്പറ്റുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു ഉപഹാരം വേദിയിൽ വെച്ച് നൽകുന്നുണ്ട്. BP അങ്ങാടി കണ്ണകുളം സ്വദേശി AK കോയക്കുട്ടി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് മരത്തിൽ തീർത്ത ശില്പം. മുഖ്യമന്ത്രിക്ക് ഉപഹാരം AK കോയക്കുട്ടി BP അങ്ങാടി കണ്ണകുളം സ്വദേശിയാണ്. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച മരത്തിൽ തീർത്ത ഇന്ത്യ ഗേറ്റ്. അടുത്തത് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സംസ്ഥാന IT വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നൽകുന്നു. ശ്രീ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, ശ്രീ മുഹമ്മദ് ജമാൽ ഹാജി വടക്കൻ അന്നാര, ശ്രീ എമീർ വീരൻ ഹാജി പരിയാപുരം, ശ്രീ ഷംസുദ്ദീൻ ഹൈസൻബില്ല പരിയാപുരം വേദിയിലേക്ക് കടന്നുവന്ന് ഓഹരികൾ കൈപ്പറ്റുവാൻ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഏറെ തിരക്കിനിടയിൽ പോലും തിരൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ലിമിറ്റഡിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ ഷംസുദ്ദീൻ ഹൈസൻബില്ല പച്ചാട്ടിനി, ഇനിയും ഷെയറുകളുടെ വിതരണം തിരൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ലിമിറ്റഡിൽ നിന്നും പിന്നീട് വിതരണം നടത്തുന്നതാണ് എന്നറിയിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരൂരിന് മലയാള സർവകലാശാല അടക്കം ഒട്ടനവധി കാര്യങ്ങൾ തേടിത്തന്ന നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയ ഏറ്റവും അത്യാധുനികമായ മരുന്നുകൾ എല്ലാ സംവിധാനത്തോടുകൂടി ഒരുക്കിക്കൊണ്ട് PT മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഈ പ്രവർത്തനത്തിൽ എത്രയും പെട്ടെന്ന്
ഡോക്ടർ KPA സാറിനോട് സൂചിപ്പിച്ചതുപോലെ ഒരു നിമിഷം പോലും വൈകാതെ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച എത്രയും പെട്ടെന്ന് പൂർത്തിയാവുക എന്ന വിചാരത്തോടൊപ്പം നിന്നും ഈ നാടിന് സമർപ്പിക്കാൻ സർവശക്തൻ ഫലക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളോടും വാക്കുകൾ ചെയ്യുന്നു. താനൂർ നിവന്റെ അതിർത്തിയിലായ അബ്ദുറഹ്മാൻ എന്ന തടയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തിരൂരിൻ്റെ ആതുര ശുശ്രൂഷാരംഗത്ത് ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി വിഭാവനം ചെയ്യുന്ന ഈ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ ഇതിൻ്റെ സംഘാടക ലക്ഷ്യമിടുന്ന രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ജയ അധ്യക്ഷൻ നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, വേദിയിലെ MLA-മാർ, മറ്റ് പ്രഗത്ഭ രാഷ്ട്രീയ പ്രമുഖ വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ നല്ലവരായ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സംഘാടക പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാർ, ഈ സമയത്ത് ഒരു ആശംസിക്കുക എന്നത് ഒട്ടും പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇവിടെ എത്തിയിരിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഈ സംരംഭം ഏറ്റവും ഭംഗിയാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഈ നല്ലവരായ എല്ലാ ജനങ്ങൾക്കും ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ സംരംഭം എത്രയും പെട്ടെന്ന് ഇത് തുടങ്ങാൻ നമുക്ക് വൈകിയെങ്കിലും ഇതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ മുസ്ലിം സാഹിബ്, പ്രിയമുള്ള MLA-മാർ ശ്രീ മുഹമ്മദ് സാഹിബ് ഇബ്രാഹിം അണ്ടത്താനി, അഭിനന്ദനായ ഇതിൻ്റെ ഡയറക്ടർമാർ, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, വളരെ സുപ്രധാനമായ ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കഴിഞ്ഞ 10 പതിറ്റാണ്ട് പിന്നിട്ട ഈ പ്രവൃത്തി 1.5 വർഷം കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ സാധ്യമാകും എന്ന് നമുക്ക് ആശിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ആശുപത്രി വളരെ അനിവാര്യമാണ്. തിരൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇങ്ങനെ നമ്മൾ വിഭാവനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ആശുപത്രി ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ആശയും പ്രതീക്ഷയുമാണ് ഈ ആശുപത്രി എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു സഹകരണം ഇതിന് ആവശ്യമാണ്. ഇതിൻ്റെ ഷെയർ എടുക്കുമ്പോൾ അതിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാതെ പാവങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസകരമായ ചികിത്സ ലഭ്യമാക്കി കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഒരുപാട് സാമ്പത്തികമായി പല മേഖലയിലും പണം ചെലവ് ചെയ്യുന്ന ആളുകൾ ഈ ആശുപത്രിയെ കൂടി ആ ഒരു ഗണത്തിൽ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ആശുപത്രി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം. അത് നമ്മുടെ സാധുക്കളെ സഹായിക്കുന്ന ഒരു ഏർപ്പാടായി നമ്മൾ കണ്ടാൽ മതി എന്ന് മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും വിജയവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാന്യരായ വേദിയിലുള്ള നേതാക്കന്മാരെ, സഹൃദരായ സദസ്സിൽ ഈ വരാൻ പോകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും ചെയ്യും. ബഹുമാന്യനായ നമ്മുടെ MP, ഈ ഇന്ന് തർക്കലിട്ട സമന്ത ഹോസ്പിറ്റലിലെ ചെയർമാൻ കൂടിയായ ജനാബ് AK മുഹമ്മദ് ബഷീർ സാഹിബ്, നമ്മുടെ MLA-മാർ ജനാബ് മമ്മൂട്ടി സാഹിബ്, ഡോക്ടർ ഹുസൈൻ ബഷീർ പടിയൽ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മുമ്പിലുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ചു. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന സഹകരണ ഹോസ്പിറ്റൽ നാടിനും നാട്ടുകാർക്കും ഒരു അനുഗ്രഹമായി അടുത്ത് തന്നെ പൂർത്തിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി അർപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പദവിയിലംഘിച്ച ശിഹാബ് തങ്ങൾ, ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനത്തിനായി ഇവിടെ എത്തപ്പെട്ട
നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അവർ, ഇതിൻ്റെ ഈ ആശുപത്രിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവർ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത വ്യവസായ മന്ത്രി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ MLA കൂടിയായ സി മമ്മൂട്ടി സാഹിബ്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ തണ്ടത്തലി MLA, ഈ വേദിയിൽ അബ്ദുല്ലക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ഈ വേദിയിൽ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരും പേര് പറയുകയെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഉചിതമല്ല. അതുകൊണ്ട് ഈ വേദിയിലുള്ള എല്ലാ ആൾക്കാർക്കും, എല്ലാ നല്ലവരായ ജനങ്ങൾക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ ആശുപത്രി കമ്മിറ്റിക്ക് വേണ്ടി ചെയ്തു തന്ന ഒരുപാട് ഈ പ്രദേശത്തുള്ള ആൾക്കാരുണ്ട്. അവരോട് ഈ സമയത്ത് ഞാനിത് നന്ദി അറിയിക്കുക. അതുകൂടാതെ തന്നെ ഈ ഹോസ്പിറ്റൽ ഇവിടെ വരുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം തോളോട് തോള് പിടിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അതുപോലെ പുതിയ പുതിയ സാമ്പത്തിക ഷെയർ എടുത്തിട്ട് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ഇന്ന് തന്നെ അവിടെ 50-60 ലക്ഷം രൂപയുടെ ഷെയർ ഇപ്പോൾ കൊടുത്തു വാങ്ങിക്കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ഷെയർ വലിയ സംഖ്യയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ള ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഒരു അറിയിപ്പും കൂടി ഇതോടുകൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർക്കും മൊത്തം എല്ലാവർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിച്ചു ആളുകൾ ഈ വേദിയുടെ മുൻഭാഗത്ത് എത്തിച്ചേരണം എന്നറിയിക്കുന്നു. നമ്മുടെ ഇന്ന് ക്രമസമാധാന പരിപാലന രംഗത്തുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും മീഡിയ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി ഇത്ര കണ്ട് മനോഹരമാക്കി തീർക്കാൻ